അതിനകത്ത് ഏതു പ്രതിയാണ് ആ പ്രതിയാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണ്. ആ ഇൻവെസ്റ്റിഗേഷൻ പ്രകാരം റിപ്പോർട്ട് വരും. പോലീസ് ഈ ഒരു പ്രവൃത്തി ചെയ്തു എന്ന് വെച്ച് ആരെങ്കിലും രക്ഷപ്പെടുത്താം എന്ന് മിഥ്യാധാരണയിൽ ഇരിക്കുകയാണെങ്കിൽ അത് തികച്ചും മൂഢസ്വർഗത്തിലിരിക്കുന്നതിന് തുല്യമാണ്. ഈ നിയമത്തിൻ്റെ കരങ്ങൾ അത്ര കുറുകിയതല്ല. അങ്ങനെ ഒരു പ്രവൃത്തി ഒരു പോലീസോ ഒരു കൂട്ടം പോലീസുകാരോ ചെയ്താൽ അതിൽ നിന്നൊന്നും ചെയ്യാനൊക്കത്തില്ല എന്നുള്ളതല്ല. സർക്കാരിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ പൗരൻ്റെ ടാക്സ് തുകയാണ് ശമ്പളമായി മേടിക്കുന്നത്. അതിനോട് പോലും ഒരു ആത്മാർത്ഥത കാണിക്കാത്ത രീതിയിലുള്ള പ്രവൃത്തി. എന്നാൽ ഒരു പ്രബലനായ ഒരു വ്യക്തിയുടെക്കെതിരെയുള്ള അന്വേഷണം വരുമ്പോൾ അതേ കേരള പോലീസിൻ്റെ മറ്റൊരു നയമാണ് ഇവിടെ കാണുന്നത്. ഇത് ഒരേ ദിവസം രണ്ട് സംഭവങ്ങളാണ്. ഇത് കോടതിയിൽ അന്വേഷിച്ചാൽ അറിയാം, അല്ലെങ്കിൽ മറ്റു രീതിയിൽ നിങ്ങൾ അന്വേഷണം നടത്തിയാൽ അറിയാം. അധികാരികളെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു ത്വര പോലീസ് പ്രകടിപ്പിക്കുന്നു. അവരുടെ മാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും നല്ല ഒബീഡിയൻറ്റ് സർവൻ്റ് ആവാൻ വേണ്ടിയുള്ള സാറേ, ഇപ്പോൾ നമ്മുടെ യദുവിൻ്റെ കേസ് ഇപ്പോൾ സ്റ്റേഷനിൽ കൺട്രോൾമെൻറ്റ് സ്റ്റേഷനിലൊക്കെ പോയിട്ട് വളരെ നിരാശനായിട്ടാണ് ആൾ വന്നേക്കുന്നത്. യദു കൊടുത്ത കേസിൻ്റെ കാര്യങ്ങൾ തിരക്കാൻ ചെന്നപ്പോൾ അത് കോടതിയിൽ തിരക്കിയാൽ മതി, ഇവിടെ തിരക്കണ്ട എന്നാണ് സർക്കിൾ പറഞ്ഞിരിക്കുന്നത്. അത് ന്യായമായിട്ടുള്ളൊരു കാര്യമാണോ? അത് ഈ വാദിയായിട്ട് അദ്ദേഹം കൊടുത്തേക്കുന്നൊരു കേസാണ്. അദ്ദേഹത്തിനെതിരെ ഒരു വിരുദ്ധമായ പ്രവൃത്തി നടന്നു. അതിനെതിരെ അദ്ദേഹം കൊടുത്തിരിക്കുന്ന പരാതിയും ഉള്ള നടപടികളുടെ നിജസ്ഥിതി, അതിൻ്റെ തൽസ്ഥിതി അന്വേഷിച്ച് മനസ്സിലാക്കാനുള്ള അവകാശം യദുവിനുണ്ട്. യദുവിന് തീർച്ചയായിട്ടും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് പോലീസ്. ആ ഏജൻസി എടുത്ത് പോയി ഞാൻ കൊടുത്ത പരാതിയിലെ നടപടി എന്തായി എന്ന് ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കാനുള്ള ന്യായമായ ഉത്തരവാദിത്തം പോലീസിനുണ്ട്. അഥവാ അത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അതും ഒരു നിയമരാഹിത്യമാണ്. അത് അറിയാനുള്ള പൗരൻ്റെ അവകാശമാണ്, അറിയാനുള്ള വ്യക്തിയുടെ അവകാശമാണ്. ഉദ്യോഗസ്ഥൻ പറഞ്ഞു കൊടുത്തതാണ്, അത് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഉദ്യോഗസ്ഥൻ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ഒരു തെറ്റാണ്. അത് അറിയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ മുമ്പ് ഇതുപോലൊരു സംഭവം ഉണ്ടായപ്പോൾ കോടതിയിൽ നിന്നും അന്വേഷണ റിപ്പോർട്ട് തേടി. അപ്പം മേയറിൻ്റെത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഓഫ് പേപ്പർ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ യദുവിൻ്റെ വെറും 2 പേപ്പർ മാത്രമായിരുന്നു അന്വേഷിച്ചത്. അപ്പോൾ അത് ചോദിക്കാനാണ് പുള്ളി ലാസ്റ്റ് പോയത്. അപ്പോൾ ഈ 2 പേപ്പറിൽ മാത്രം എന്ത് അന്വേഷണമാണ് എന്ന് പുള്ളിക്ക് മനസ്സിലാവുന്നില്ല. കാരണം 2 പ്രാവശ്യം പുള്ളി പരാതി കൊടുത്തിട്ടുണ്ട്. ആ 2 പേപ്പർ അതാണെന്നാണ് യദു പറയുന്നത്. ഇതിനകത്ത് കുറച്ച് ഇതിനകത്ത് പിന്നോട്ട് പോകേണ്ടി വരും. കാരണം ഒരേ ദിവസം 2 വ്യക്തികൾ 2 പരാതികൾ നൽകുന്നു. ഒരു വ്യക്തി പരാതി നൽകുന്നു, ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, സർക്കാർ സംബന്ധമായിട്ടുള്ള ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജോലിയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് 2 വ്യക്തികൾ, അതിലൊരാൾ തിരുവനന്തപുരം മേയർ, മറ്റേയാൾ ഒരു MLA, പ്രബലരായ 2 വ്യക്തികൾ എൻ്റെ ജോലിയെ തടസ്സപ്പെടുത്തി അവർ IPC 3-ാം വകുപ്പ് പ്രകാരമുള്ള കുറ്റകൃത്യം ചെയ്തിരിക്കുന്നു, അവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് യദു എന്ന വ്യക്തി പോലീസിനെ സമീപിക്കുന്നു. ഈ നേരത്തെ പറഞ്ഞ 2 വ്യക്തികൾ അതേ ദിവസം അതേ സമയത്ത് മറ്റു 2 വിഷയം, അതായത് അവരെ എന്തോ ആംഗ്യ വിക്ഷേപത്താൽ അവരെ അവഹേളിച്ചു എന്ന് കാണിച്ചുകൊണ്ട് മറ്റൊരു പരാതി നടത്തുന്നു. ഈ 2 പരാതികളും ഒരേപോലെ പോലീസ് സ്റ്റേഷൻ അധികാരികളുടെ മുൻപാകെ കിട്ടുന്നു. ഇത് 2 മേടിച്ചു വെക്കുന്നു. ഒരെണ്ണത്തിന് മേൽ FIR ഇടുന്നു, തുടർ നടപടി സ്വീകരിക്കുന്നു, വളരെ ശക്തമായി മുമ്പോട്ട് പോകുന്നു. രണ്ടാമത്തതിനെതിരെ നടപടി സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഒരു പൗരനെന്ന രീതിയിൽ ഒരു വിവേചനം അവിടെ അദ്ദേഹം നേരിട്ടിരിക്കുകയാണ്. അതായത് മറ്റേ എതിരാളികൾ വളരെ പ്രബലന്മാരും അധികാരത്തിനോട് ചേർന്നുള്ളവരുമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കേസ് മുൻപോട്ട് കൊണ്ടുപോയി അധികാരികളെ തൃപ്തിപ്പെടുത്താനുള്ളൊരു ത്വര പോലീസ് പ്രകടിപ്പിക്കുന്നു. അവരുടെ മാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും നല്ല ഒബീഡിയൻറ്റ് സർവൻ്റ് ആവാൻ വേണ്ടിയുള്ള ആ ത്വരയുടെ അടിസ്ഥാനത്തിൽ അവർ പെട്ടെന്ന് അത് കേസ് രജിസ്റ്റർ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അവിടെയും ഒരു പൗരൻ്റെ അവകാശങ്ങൾ പൂർണ്ണമായിട്ട് പോലീസ് വിചാരിച്ചാൽ തകർക്കാൻ സാധിക്കില്ല. അവിടെ ആ പൗരൻ കോടതിയെ സമീപിച്ചു. കോടതി അപ്പോൾ തന്നെ നിർദ്ദേശം കൊടുത്തു, ഇദ്ദേഹം ആരോപിക്കുന്നത് ഒരു കൊഗ്നൈസബിൾ ഒഫൻസിനെ സംബന്ധിക്കുന്ന ഒരു വിഷയമാണ്, ഇതിനകത്ത് നടപടി ഉടൻ എടുക്കണമെന്ന് പറഞ്ഞ് കോടതി ഉത്തരവിടുന്നു. അതുവരെ പോലീസ് നടപടിയെടുക്കാൻ തയ്യാറാകാതിരുന്ന പോലീസ് അവിടെ കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാൻ തയ്യാറാകുന്നു. അവിടെ ഒന്നാമത്തെ വിവേചനം, പ്രകടമായ വിവേചനം. ഏതായാലും അവിടെ വെച്ച് FIR ഇടുന്നു. ആ FIRനകത്ത് അവർക്ക് ഒരു തെറ്റായ പ്രവൃത്തിയും കാണിക്കാൻ സാധിച്ചില്ല. കാരണം കോടതി അയച്ചു കൊടുത്ത കംപ്ലയിൻറ്റ് പ്രകാരമുള്ള FIR ആണ്. ആ FIR ഇടുന്നു. ആ FIRൻ്റെ മേൽ സ്വാഭാവികമായ അന്വേഷണം നടത്തണം. ഇവിടെ
അതേ ദിവസം നടന്ന അതേ സംഭവത്തിലെ മറ്റൊരു പരാതിയിന്മേൽ കോടതിയിൽ ഇപ്പം ഞങ്ങളുടെയൊക്കെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം 20ഓളം റെക്കോർഡ്സ് ഇതുവരെ വന്നു കഴിഞ്ഞു. അതിനകത്ത് യദുവിനെതിരെയുള്ള കേസിനെ കുറിച്ചാണ് പറയുന്നത്. അതിനകത്ത് നമ്മുടെ സുബിൻ മുമ്പേ ഉണ്ടായിരുന്ന കണ്ടക്ടറുടെ മൊഴികൾ, ധാരാളം ആൾക്കാരുടെ മൊഴികൾ, ഒരു ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ്, യദു അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കാര്യം ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ്, ഈ വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതായ മെമ്മറി കാർഡ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ മെമ്മറി കാർഡ് സ്ലോട്ട് അടങ്ങുന്ന രേഖകൾ, ഇതെല്ലാം അവർ കണ്ടെടുത്ത് കഴിഞ്ഞ് ഒരു വളരെ ദ്രുതഗതിയിൽ വളരെ നല്ല രീതിയിൽ കേരള പോലീസിന് ചേർന്ന രീതിയിൽ അന്വേഷണം മുമ്പോട്ട് പോകുന്നു. സാധാരണ കേരള പോലീസ് അന്വേഷണങ്ങൾ അങ്ങനെയാണ്. എന്നാൽ ഒരു പ്രബലനായൊരു വ്യക്തിയുടെക്കെതിരെയുള്ള അന്വേഷണം വരുമ്പോൾ അതേ കേരള പോലീസിൻ്റെ മറ്റൊരു നയമാണ് ഇവിടെ കാണുന്നത്. ഇത് ഒരേ ദിവസം 2 സംഭവങ്ങളാണ്. ഇത് കോടതിയിൽ അന്വേഷിച്ചാൽ അറിയാമല്ലോ, മറ്റു രീതിയിൽ നിങ്ങൾ അന്വേഷണം നടത്തിയാൽ അറിയാം. കോടതിയിൽ ആകപ്പാടെ വന്നേക്കുന്നത് 2 പേപ്പറുകളാണ്. ഒരെണ്ണം യദു കൊടുത്ത പരാതി, ആ പരാതി പോലീസിന് അയച്ചു കൊടുത്തത്, പോലീസ് അത് തിരിച്ച് കോടതിയിലോട്ട് അയച്ചിട്ടുണ്ട്. 2 അതിന്മേലിട്ട ഒരു FIR, അതായത് കോടതി നിർദ്ദേശപ്രകാരം ഇട്ട FIR. ഈ 2 പേപ്പർ അല്ലാതെ മറ്റൊന്നും വന്നിട്ടില്ല. അപ്പം തന്നെ മനസ്സിലാവുമല്ലോ ഇതിനകത്തുള്ള വിവേചനപരമായ, തികച്ചും ധാർമ്മികതയില്ലാത്ത, ഈ നമ്മൾ സർക്കാരിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ പൗരൻ്റെ ടാക്സ് തുകയാണ് ശമ്പളമായി മേടിക്കുന്നത്. അതിനോട് പോലും ഒരു ആത്മാർത്ഥത കാണിക്കാത്ത രീതിയിലുള്ള പ്രവൃത്തി എന്ന് ആരെങ്കിലും ചിന്തിച്ചു പോയാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഏകദേശം ആ രീതിയിലുള്ള പ്രവൃത്തി തന്നെയാണ്. ഒരേ സംഭവത്തിലുള്ള 2 പരാതികളിലുള്ള 2 വിവേചനപരമായുള്ള നിലപാടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇത് ആരെയോ പ്രീണിപ്പിക്കാൻ, ആരെയോ സന്തോഷിപ്പിക്കാൻ, ആരുടെയോ പ്രശംസ അല്ലെങ്കിൽ ആരുടെയോ തൃപ്തി പിടിച്ചു പറ്റാൻ വേണ്ടിയുള്ള പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള, അല്ലെങ്കിൽ ഈ കേസിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിവേചനപരമായുള്ള നടപടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. വളരെ തെറ്റായ രീതിയിലുള്ള നടപടിയാണ്. പക്ഷേ ഇതൊന്നും നമുക്ക് നിയമത്തിൻ്റെ കരങ്ങൾ അത്ര കുറുകിയതല്ല. അങ്ങനെ ഒരു പ്രവൃത്തി ഒരു പോലീസോ ഒരു കൂട്ടം പോലീസുകാരോ ചെയ്താൽ അതിൽ നിന്നൊന്നും ചെയ്യാനൊക്കത്തില്ല എന്നുള്ളതല്ല. നിയമത്തിൽ വ്യക്തമായിട്ടുള്ള അതിന് പ്രൊവിഷനുണ്ട്. കോടതിയുടെ ഇൻ്റർഫിയറൻസിൽ, കോടതിയുടെ നടപടിയോടുകൂടെ തന്നെ അതിനകത്ത് ഇൻവെസ്റ്റിഗേഷൻ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള നടപടികൾ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള വകുപ്പുകളുണ്ട്. അതനുസരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകും. ഈ കേസ് ഇങ്ങനെ പോലീസ് അന്വേഷിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏതു പ്രതിയാവുന്ന എല്ലാ ഇതുമാണ് കണ്ടുവരുന്നത്. ഏതു പ്രതിയാവുമോ ലാസ്റ്റിൽ? ഇതിനകത്ത് 2 കേസാണുള്ളത്. ഒരെണ്ണം യദു ഒരു ആംഗ്യ വിക്ഷേപം കാണിച്ചു എന്ന് ഉള്ള ഇതിൽ അതിനകത്ത് ആ വ്യക്തികൾ അവഹേളിക്കപ്പെട്ടു എന്നുള്ള ഒരു വൈഷമ്യത്തിൽ അവർ കൊടുത്തൊരു കേസ്. അതിനകത്ത് യദു പ്രതിയാണ്. ആ പ്രതിയാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണ്. ആ ഇൻവെസ്റ്റിഗേഷൻ പ്രകാരം റിപ്പോർട്ട് വരും. ആ റിപ്പോർട്ട് കോടതിയിൽ അവർ ഫയൽ ചെയ്ത് കഴിയുമ്പോൾ കോടതി നടപടിയിലേക്ക് വരും. കോടതി അതിൻ്റെ വെറാസിറ്റി, അതിൻ്റെ വാസ്തവികത പരിശോധിക്കും, നടപടിയെടുക്കും. അതുപോലെ തന്നെ അതേ വിഷയത്തിൽ മേയറുടെ ഭർത്താവായിരിക്കുന്ന MLAയും പ്രതിയാണ്. അപ്പോൾ 2 പേർ പ്രതിയാവുമോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇപ്പോഴത്തന്നെ ഒരു കേസിൽ പ്രതി മേയറും ഭർത്താവുമാണ്, മറ്റേ കേസിൽ പ്രതി യദുവാണ്. മേയറും ഭർത്താവും പ്രതിയായിട്ടുള്ള കേസിൽ അന്വേഷണം അല്പം പോലും മുമ്പോട്ട് പോകാതെ വഴിമുട്ടി നിൽക്കുകയാണ്. ആ അന്വേഷണം ഇപ്പം യദുവിനെ സംബന്ധിച്ചിടത്തോളം യദുവിൻ്റെ വഴികളെല്ലാം അടഞ്ഞിട്ടില്ല. നിയമത്തിൽ തന്നെ സക്കീരി വാസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP എന്ന കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 2007 തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അദ്ദേഹം പരാതിക്കാരനായിട്ടുള്ള കേസിൽ അദ്ദേഹത്തിൻ്റെ പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറല്ല എന്ന് ഒരു സംശയമോ ബോധ്യമോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാം. കോടതിയുടെ നിയന്ത്രണത്തിൽ, കോടതിയുടെ മോണിറ്ററിങ്ങോടുകൂടി ഇൻവെസ്റ്റിഗേഷൻ മുൻപോട്ട് കൊണ്ടുപോകാം. ഇനി അതുമല്ല, ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയെക്കുറിച്ച് തർക്കമുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനെ കൊണ്ടോ മറ്റേതെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ കൊണ്ടോ നടപടി എടുപ്പിക്കാനുള്ള എല്ലാ വകുപ്പുകളും നിയമത്തിലുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു പരാതിയിന്മേൽ നടപടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് കോടതി നിർദ്ദേശിച്ച നടപടി എടുക്കേണ്ടി വന്നു. ആ നടപടി എടുത്ത വിഷയത്തിൽ അന്വേഷണം നടത്തില്ല എന്ന് പറഞ്ഞ് അവരിയ്ക്കുകയാണെങ്കിൽ അതിന് ഈ ചെവിക്ക് പിടിച്ച് ചെയ്യിക്കാനുള്ള നിയമം ഈ നാട്ടിൽ നിലവിലുണ്ട്. അത് ചെയ്യിക്കാനൊരു സാഹചര്യം ഉണ്ടാക്കാതെ പോലീസ് നടത്തുന്ന ഒരു പോലീസാണ് കേരള പോലീസ്. ഈ കേസിൽ പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആരെയോ സന്തോഷിപ്പിക്കാൻ, ആരെയോ പ്രീണിപ്പിക്കാൻ, ആരെയോ ഭയപ്പെട്ട് അവരിത്തരത്തിലുള്ള ഒരു പിന്നോട്ട് പോക്ക് കാണിക്കുന്നു. അത് ശാശ്വതമായിട്ടുള്ള ഒരു നടപടിയൊന്നുമല്ല. കാരണം യദു അതിനകത്ത് മനസ്സ് വെച്ച് മുൻപോട്ട് വരികയാണെങ്കിൽ യദുവിന് കോടതി മുഖാന്തരം അദ്ദേഹത്തിൻ്റെ ഗ്രീവൻസ് റിഡ്രസ്ഡായി കിട്ടും. അദ്ദേഹത്തിൻ്റെ പരാതി പരിഹരിച്ച് കിട്ടും. ഒരു സംശയമില്ല.
സാറേ അതുപോലെ തന്നെ ഇപ്പോൾ സാറ് പറഞ്ഞു യദു ആംഗ്യം കാണിച്ചതിനുള്ളൊരു രണ്ട് കൂട്ടരും പ്രതിയാണെന്ന്, രണ്ട് സൈഡിലും പ്രതി ആണെന്ന് പറഞ്ഞു. പക്ഷേ യദു ആംഗ്യം കാണിച്ചതിനുള്ള തെളിവില്ല. പക്ഷേ മറ്റൊരു ബസ്സിൽ കയറി ഈ ഒരു നിയമലംഘനം നടത്തിയതിനുള്ള തെളിവ് ഓൾറെഡി ഉണ്ട്. അതിൽ ഒരു തെളിവ് മെമ്മറി കാർഡ് കിട്ടാനുമില്ല, CCTV കിട്ടുന്നതുമുണ്ട്. പക്ഷേ ഈ തെളിവും എല്ലാ സാഹചര്യങ്ങളും ഉള്ള അവർക്കെതിരെ കേസെടുക്കാതെ അവർ ഈ തെളിവില്ലാത്ത തെളിവുണ്ടാക്കി കേസെടുക്കാൻ ശ്രമിക്കുകയാണോ പോലീസ് എന്ന് ഇപ്പോൾ നല്ല സംശയമുണ്ട്. അത് താങ്കൾ പറഞ്ഞതിനകത്ത് ഒരു കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പരാതി വന്നു, FIR രജിസ്റ്റർ ചെയ്തു. പിന്നെ നടക്കുന്ന ഭാഗം എന്ന് വെച്ചാൽ ഇൻവെസ്റ്റിഗേഷൻ, അന്വേഷണമാണ്. ഈ അന്വേഷണത്തിൽ പോലീസ് ഒരു കൂട്ടർ കൊടുത്ത പരാതിയിന്മേലുള്ള പ്രതിയായിട്ടുള്ള പരാതിയിന്മേലുള്ള അന്വേഷണത്തിൽ അതിൻ്റെ വസ്തുതകൾ, വിവരങ്ങൾ വളരെ പെട്ടെന്ന് ശേഖരിക്കുന്നു, നടപടി പെട്ടെന്ന് എടുക്കുന്നു. മറ്റേ കേസിൽ വസ്തുതകൾ ശേഖരിക്കുന്നില്ല, നടപടികൾ എടുക്കുന്നില്ല, അന്വേഷണം നടത്തുന്നില്ല. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ പോലീസിൻ്റെ ഒരു റിപ്പോർട്ട് വന്ന് ആ റിപ്പോർട്ട് ഫൈനലല്ല, ആ റിപ്പോർട്ടാണ് കോടതിയിൽ പരിശോധിക്കപ്പെടുന്നത്. ആ കോടതിയിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ അല്ല കോടതികൾ കൈകാര്യം ചെയ്യുന്നത്. ഇതിനകത്ത് എന്താണ് സംഭവിക്കുന്നത് ഒരു വ്യക്തതയോടെ തന്നെ മുൻപോട്ട് പോകും. അത് മാത്രവുമല്ല, ഒരേ വിഷയത്തിലുള്ള രണ്ട് പരാതിയിന്മേൽ ഒരു വിഷയത്തിലുള്ള അമിത താല്പര്യവും മറ്റേ വിഷയത്തിലുള്ള മെല്ലെപ്പോക്കും തീർച്ചയായിട്ടും പോലീസ് യദുവിനെതിരെ കൊടുക്കാൻ പോകുന്ന കേസിനെ ദുർബലമാക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട. ഇതിപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ യദുവിന് നീതി കിട്ടാൻ ലേറ്റായി കഴിഞ്ഞാൽ ഹൈക്കോടതിയിലോട്ട് പോകേണ്ടി വരുമോ? യദു ഇങ്ങനെ പറയുന്നുണ്ട്, ഹൈക്കോടതിയിൽ പോകേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ നിയമ സംവിധാനത്തിൽ വെച്ച് യദു ഇപ്പോൾ ചെയ്യേണ്ടത് തനിക്ക് അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് പരാതികളുണ്ട് എന്നും അദ്ദേഹം അതിൽ തൃപ്തനല്ല എന്നും അന്വേഷണം ശരിയായ ദിശയിൽ അല്ല പോകുന്നതെന്നും ബോധിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ സമീപിക്കാനുള്ളതേ ഉള്ളൂ. അതിന് ഒരു കോടതിയെ ബോധിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ കോടതി തീർച്ചയായിട്ടും അന്വേഷണ റിപ്പോർട്ടുകൾ വരുത്തി അന്വേഷണം മോണിറ്റർ ചെയ്ത് നടപടി സ്വീകരിക്കും. അത് ഇവിടെ ചെയ്യാവുന്നതേ ഉള്ളൂ. അഥവാ ഇനി ഹൈക്കോടതിയിൽ പോകണമെങ്കിൽ തീർച്ചയായിട്ടും അതിനും വകുപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് യദുവിന് മുൻപിൽ ഒരുപാട് മാർഗങ്ങൾ ഓപ്പണാണ്. പോലീസ് ഈ ഒരു പ്രവൃത്തി ചെയ്തു എന്ന് വെച്ച് ആരെങ്കിലും രക്ഷപ്പെടുത്താം എന്ന് മിഥ്യാധാരണയിൽ ഇരിക്കുകയാണെങ്കിൽ അത് തികച്ചും മൂഢസ്വർഗത്തിലിരിക്കുന്നതിന് തുല്യമാണ്. അതിന് വകുപ്പുണ്ട്, അതെനിക്ക് ഉറപ്പുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പോലീസിനും അറിയാം. പക്ഷേ ഇത് നമ്മൾ പോലീസിനെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഉദ്യോഗസ്ഥനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു നിലവിലുള്ള ഒരു സിസ്റ്റം ആ ഉദ്യോഗസ്ഥനെ നടപടിയെടുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു, അല്ലെങ്കിൽ നടപടിയെടുക്കാൻ അദ്ദേഹം ഭയപ്പെടുന്നു എന്ന് വേണം കരുതാൻ. ഇപ്പോൾ ഏതോ ലാസ്റ്റ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു അവരുടെ ലക്ഷ്യം എൻ്റെ ആത്മഹത്യ, അതാണ് അവരുടെ ലക്ഷ്യം. ഈ കേസ് എങ്ങനെയെങ്കിലും നീട്ടിക്കൊണ്ട് പോവുക. കാര്യം സ്വാധീനവും നിയമവും അവരുടെ ഭാഗത്തുള്ളതുകൊണ്ട് മാക്സിമം ഈ കേസ് നീട്ടി കൊണ്ടുപോയി ജോലിക്കും പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇതു. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി മാനസികമായി തളർത്താനുള്ളൊരു നീക്കം കൂടെ ഇതിൽ കാണുന്നുണ്ടോ? ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ മാനസികമായി തളരാൻ വിട്ടുകൊടുത്തുകൂടാ എന്നുള്ളതാണ്, സ്വയം വിട്ടുകൊടുത്തുകൂടാ എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. കാരണം പൊതുസമൂഹം യദുവിൻ്റെ പരാതിയും മേയറുടെ പരാതിയും കൂടെ പരിശോധിച്ച് അളന്ന് തൂക്കി നോക്കി അവർ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പബ്ലിക് ഒപ്പീനിയനും പൊതുസമൂഹവും എല്ലാം യദുവിന് അനുകൂലമാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ദുർനടപടികൾക്കെതിരെ നിലപാടെടുക്കുന്ന യദു അത്രയ്ക്കൊരു ദുർബലനായി പോകരുത് എന്ന് ഉള്ള പ്രാർത്ഥനയാണ് ഒരു അഭിഭാഷകൻ എന്ന രീതിയിൽ മാത്രമല്ല ഒരു പൗരൻ എന്ന രീതിയിലും എനിക്കുള്ളത്. കാരണം ഇത്തരത്തിലുള്ള ദുർനടപടികൾക്കെതിരെയുള്ള ഇതിൽ യദു ഒരു സാധാരണ പൗരനായി യദു ജനശ്രദ്ധ പിടിച്ചുപറ്റി, ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. അദ്ദേഹം ഒരു വലിയ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയാണ്. നിയമം അദ്ദേഹത്തോടൊപ്പമുണ്ട്. നിയമത്തിൻ്റെ ഓരോ നൂലാമലകളും അഭിഭാഷക സമൂഹത്തിൽ എനിക്ക് ഒരുപാട് പേര് യദുവുമായി സഹകരിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു സംവിധാനത്തിൽ യദു ദുർബലപ്പെടുകയല്ല, ഒരു ദുർബലനാകുകയല്ല, മറിച്ച് ശക്തമായി നിന്ന് ഇതിനെ എതിർക്കുകയാണ് വേണ്ടത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.